കഥയിലും സാഹിത്യത്തിലും പ്രതിഷ്ഠ നേടിയ ഒരു എഴുത്തുകാരൻ്റെ എഴുത്തിനെ കുറിച്ചിട്ടാണോ, എഴുത്തുകാരൻ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചിട്ടാണോ സംസാരിക്കേണ്ടത് എന്നുള്ളത്? തീർച്ചയായിട്ടും മലയാള സാഹിത്യ ലോകത്തിൽ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ ആധുനികതയെ അഭിസംബോധന ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേരുകൾ ആ കാലഘട്ടത്തിൽ വരികയും ആ പേരുകൾക്ക് തുടർച്ചയുണ്ടാവുകയും എന്നാൽ ചില പേരുകൾ അസ്തമിക്കുകയും ചെയ്തു. പക്ഷെ സക്കറിയ ഇപ്പോഴും യൗവനയുക്തനായി ഇവിടെ തുടരുകയാണ്. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് കൊണ്ടും കാലത്തോടുള്ള സംവാദം കൊണ്ടും കൂടിയാണ്. വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട് 18+ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ 18+ അഭിസംബോധന ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു തലമുറയുടെ, പഴയ തലമുറയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പറയും അതൊരു തലമുറയുടെ ഏറ്റവും സജീവതയുടെ ഒരു അടയാളമാണെന്ന്. വളരെയധികം സന്തോഷം. എന്തായാലും കഥയിൽ തന്നെ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, കഥ എന്ന് പറയുന്നതാണ് ഒരുപക്ഷെ സാഹിത്യത്തിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും കാലത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമം. അനുദിനം കഥകൾ സമൂഹത്തിൻ്റെ പ്രതിസ്പന്ദങ്ങൾ കാണിച്ചുകൊണ്ട്, ഇപ്പോൾ ഹരീഷ് ആയാലും പുതിയ കാലത്ത് എഴുതുന്ന ജിൻഷ ഗംഗ വരെയുള്ള ഒരുപാട് കഥാകൃത്തുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി കഥ വളരുന്നുണ്ട്. ഇതുപോലെ തന്നെ 1960-കളിൽ ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ആധുനികത അതിൻ്റെ സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ആ കാലഘട്ടത്തിലാണ് സക്കറിയ എഴുത്ത് തുടങ്ങുന്നതും. എന്നാൽ അതിന് ഒരു നീണ്ട തുടർച്ചയുണ്ടാവുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ 60-കൾ മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ കഥയുടെ ലോകത്തെ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ, കഥായാത്രയിലൂടെ നടക്കുന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? 60-കളിൽ ഞാൻ എൻ്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിക്കുന്ന 64-ലാണ്. 64-ൽ എനിക്ക് ഒരു 18 വയസ്സുകാരൻ എഴുതിയ ഒരു കഥ അന്ന് പ്രസിദ്ധീകരിക്കുമ്പോൾ ആ 18 വയസ്സുകാരനിൽ ഉണ്ടായിരുന്നത് അതിനു മുമ്പിൽ അവൻ വായിച്ച എഴുത്തുകാരുടെ എല്ലാം കൂടി ഒരു ലോകത്തിൽ നിന്നാണ് ഈ കഥ ഉണ്ടാകുന്നത്. അതിൽ പൊൻകുന്നം മർക്കി, തകഴി, കേശവദേവ്, ബഷീർ, മാധവിക്കുട്ടി, പൊറ്റക്കാട്, ഇങ്ങനെ ഒരു കേരളത്തിലെ ഏറ്റവും മഹാന്മാരായ ഞാൻ ഗദ്യം എന്ന് മനഃപൂർവ്വം പറയുകയാണ്, ഫിക്ഷൻ എഴുത്തുകാരുടെ ഒരു ലോകം വായിച്ചു തീർത്തു എന്ന് പറഞ്ഞാൽ വളരെയധികം. അവർ മാത്രമല്ല, CV രാമൻപിള്ള തൊട്ട് ഇങ്ങോട്ടുള്ള ആളുകൾ. അപ്പോൾ അന്ന് ഞാൻ എഴുതുമ്പോൾ 63-ലാണ് ഞാൻ ഈ കഥ എഴുതുന്നത്. 63-ൽ ഞാനിത് എഴുതുമ്പോൾ ഞാൻ ആധുനികമായ ഒന്നും വായിച്ചിട്ടില്ല. ഇംഗ്ലീഷ് സാഹിത്യം അന്ന് അവിടെ പഠിക്കുകയായിരുന്നത് കൊണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ ഭാഗമായിട്ട് T.S. എലിയറ്റിനെ പോലെയൊക്കെയുള്ള ആളുകളെ നമ്മൾ വായിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എഴുതിയത് ആധുനികമായതെന്ന് വാസ്തവത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് പിന്നാലെ പോയവരിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്, ഇപ്പം മാധവിക്കുട്ടിയിൽ നിന്നും ബഷീറിൽ നിന്നും കിട്ടിയ ചില രീതികൾ, ചില സമീപനങ്ങൾ, വാക്കുകളുടെ ഉപയോഗം. ഇപ്പം ബഷീറിൽ നിന്ന് എനിക്ക് ലാളിത്യം കിട്ടി. ലാളിത്യം എന്നുള്ളതിനേക്കാളും നമ്മൾ പറയേണ്ടത് സാധാരണത്വം എന്നുള്ളതായിരിക്കും അതിൻ്റെ ശരിയായ വാക്കെന്ന് എനിക്ക് തോന്നുന്നു. ആ സാധാരണത്വം, മാധവിക്കുട്ടിയിൽ നിന്ന് ഈ സാധാരണത്വത്തിലൂടെ വൈകാരികത ഉണ്ടാക്കുന്ന ഇതൊക്കെ മനഃപൂർവ്വം കിട്ടുന്നതല്ല, നമുക്ക് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് എൻ്റെ എഴുത്ത് ആരംഭിക്കുന്നത്. അപ്പോൾ എനിക്ക് ചുറ്റും ആ സമയത്ത് മുകുന്ദൻ എഴുതുന്നുണ്ട്, വിജയൻ എഴുതുന്നുണ്ട്, കുഞ്ഞബ്ദുള്ള എഴുതുന്നുണ്ട്, ഇങ്ങനെ എൻ്റെ ഒരു സമകാലീനർ എന്ന് പറയുന്ന അവരൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ ഇത് ആധുനികതയാണെന്ന് ഞങ്ങൾക്ക് ആർക്കും എനിക്ക് തോന്നുന്നില്ല. മുകുന്ദൻ ഓഫ് കോഴ്സ് ആ ഫ്രഞ്ചുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് മുകുന്ദൻ ഒരു പക്ഷേ അത് ആധുനികതയാണെന്ന് പ്രത്യേകമായി മനസ്സിലായി കാണാൻ വഴിയുണ്ട്. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ മുകുന്ദൻ എന്താണ് ആധുനികത എന്നും പറഞ്ഞൊരു പുസ്തകം അന്ന് പ്രസിദ്ധീകരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അക്കാലത്ത് അതൊരു വളരെ ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടൊരു ബുക്കായിരുന്നു. അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ എഴുതി തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഇതിനെ അത്യന്താധുനിക, ഇപ്പം KP നിർമ്മൽകുമാർ ഉദാഹരണമായിട്ട്, ഒരു മനുഷ്യനും അക്കാലത്ത് ഞങ്ങളാരും പോലും ആലോചിക്കാത്ത രീതികളിൽ കൂടെ KP നിർമ്മൽകുമാർ കഥകളെ ഉയർത്തിക്കൊണ്ടുപോയി. ഇന്നും നിർമ്മൽകുമാർ അസാധാരണമായ കഥകൾ എഴുതുന്നുണ്ട്.
പക്ഷേ നിർമ്മൽകുമാർ ഒരിക്കലും എന്തുകൊണ്ടോ ഒരു 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 കഥാകാരൻ അറിയപ്പെടാൻ ഇഷ്ടപ്പെടാതെ പോവുകയോ എനിക്കറിഞ്ഞുകൂടെ, എന്തോ ഒരു പിന്മാറ്റം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായതായിട്ട് എനിക്ക്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അല്ലെങ്കിൽ മേതിൽ രാധാകൃഷ്ണൻ ഉദാഹരണമായിട്ട്, ഞങ്ങളുടെ ഒപ്പം ആധുനികതയെ ഞങ്ങൾക്കൊരു ഒരു 100 മൈൽ അപ്പുറത്ത് നിന്ന് ആധുനികതയെ സൃഷ്ടിച്ച ആളുകളാണ്. അപ്പം ഒരു വശത്തുകൂടി ഇത് ഉണ്ടായി വന്നു. ഇതിൻ്റെ പിന്നിൽ ഇപ്പം അനു ചോദിച്ചതിൻ്റെ ഒരു ഉത്തരം, എനിക്ക് ഒരു കാര്യം കൂടെ ഇവിടെ നമ്മളിത് പറയുന്നതുകൊണ്ട് ഞാൻ പറയാം. അപ്പോഴത്തേക്കും ഒരു പക്ഷേ ഞാൻ ഈ SPCS സാഹിത്യപ്രവർത്തക സഹകരണ സംഘം അന്ന് ഈ 60കളിലൊക്കെ വരെ വിവർത്തനം ചെയ്ത് യൂറോപ്യൻ റഷ്യൻ ക്ലാസിക് നോവലിസ്റ്റ് ദസ്തോവസ്കിയൊക്കെ അടക്കമുള്ളവരെ വിവർത്തനം ചെയ്തതും കൂടി ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ സാർത്തനെ അവരാരും വായിച്ചിട്ടില്ല, നമ്മൾ ആധുനികർത്ത് പറയുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നതോളം 50കളിലും 60കളിലും ഒക്കെ കേരളത്തിൽ അരങ്ങേറിയ ഒരു വായനയുടെ ഒരു പരന്ന വായനയുടെ ഒരു ലോകത്തിൻ്റെ ഉൽപ്പന്നമായിരുന്നു ഞാനല്ല. ഒരു കുഗ്രാമത്തിലിരുന്ന് വായിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഞങ്ങളൊക്കെ, മുകുന്ദനും ഞങ്ങളൊക്കെ അടക്കം, ഈ അത്യന്താധുനികത എന്ന് വിളിച്ച് യൂറോപ്യൻ സാർത്തനെ പോലെ കാമു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുന്ന പേരുകളിലേക്കൊക്കെ കടന്നുപോയി. അപ്പം അവിടുന്ന് നമ്മൾ 2025 വന്ന കഥ പറയുക. അതിനുശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 80കളിലൊക്കെ ഒരു ചെറിയ കഥകളുടെ എണ്ണത്തിനും കഥകളുടെ ഒരു ചെറിയ താഴ്ച വന്നായിരുന്നോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്, ഒരു പക്ഷേ 90കളിലൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും അതിശക്തമായിട്ടാണ് കഥകൾ ഈ 21ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇതുവരെയുള്ള എല്ലാ മാതൃകകളെയും എല്ലാ രീതികളെയും പൊളിച്ചു കളഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരുടെ കഥകൾ കയറി വന്നത്. അപ്പോൾ അന്ന് വാസ്തവത്തിൽ സാഹിത്യം ആധുനികത നിലച്ചു പോയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് ഇന്ന് പുതിയ ചെറുപ്പക്കാർ ഒന്നാന്തരമായിട്ട് അത് ഈ എല്ലാത്തിനെയും മാറ്റിമറിച്ചുകൊണ്ട് എഴുതുന്നുണ്ട്. അതെല്ലാം വളരെ ജെന്യുവിനാണെന്നോ എല്ലാം പിന്നെ മഹത്താണെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ വലിയ ഒരു പങ്കും അതിൻ്റെ ഭൂരിപക്ഷവും വളരെ സതുദ്ദേശത്തോടെ ഒന്നാന്തരമായിട്ട് എഴുതുന്ന ഭാഷ കൊണ്ടുള്ള പ്രത്യേകിച്ച് ഭാഷയിലേക്കുള്ള ഒരു കടന്നുപോക്കുണ്ട്. നല്ല വാക്കെന്ന് പറഞ്ഞാൽ ഭംഗി വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇന്നിപ്പോൾ സാധാരണമായി. അലങ്കാരങ്ങളും ഭംഗിവാക്കുകളും ഈ വൈകാരികതകളെ ഊതി വീർപ്പിച്ച് കാണിക്കുന്നത് ഇന്നിപ്പം അതിൽ നിന്ന് നല്ലപോലെ ചെറുപ്പക്കാർ പിൻവാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ കാണുന്നിടത്തോളം ഈ രീതിയിൽ നമ്മൾ മുന്നോട്ടേ പോയിട്ടുള്ളൂ, മുന്നോട്ടേ പോയിട്ടുള്ളൂ, വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അനു പറഞ്ഞതിൻ്റെ സംബന്ധിച്ച് കഥയാണ് ഇതിൻ്റെ ഒരു എഡ്ജ്. കാരണം അതുകൊണ്ട് പറഞ്ഞു തീർക്കാം. നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു ക്യാൻവാസാണ് ഒരു കഥയ്ക്കകത്ത് ഉള്ളത്. ഏത് സമയം, അതിൻ്റെ ദൈർഘ്യം, ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഒരു കഥയാണ് കൈപ്പിടിയിൽ ഒതുങ്ങുന്ന. പെട്ടെന്ന് ഒരു നോവൽ എഴുതി തീർക്കാൻ ചിലപ്പോൾ 5-6 മാസമൊക്കെ എടുക്കും. പക്ഷേ ഒരു കഥ ഒരു പക്ഷേ ഒരാഴ്ച കൊണ്ടോ. അതുകൊണ്ട് കഥയിലാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ഉള്ളത് സ്വാഭാവികമായിട്ട് എന്നും എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതൊരു ഒന്നാന്തരം ആക്ടിവിറ്റിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. മാത്രമല്ല കഥ കുറച്ചുകൂടി ആന്തരികമായിട്ട് നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഇപ്പോൾ സാർ എന്നെ സൂചിപ്പിച്ചു, മുമ്പ് വായിച്ചപ്പോൾ ബഷീറിനെ വായിച്ചതിനെക്കുറിച്ച്, മാധവിക്കുട്ടിയെ വായിച്ചതിനെക്കുറിച്ചൊക്കെ മനുഷ്യരുടെ അനുഭവങ്ങളെ കുറിച്ചിട്ടാണ്. മനുഷ്യാനുഭവങ്ങളാണ് ഈ ട്രാൻസ്ലേഷനായാലും ദോസ്തോവസ്കി ഉൾപ്പെടെയുള്ള ട്രാൻസ്ലേഷനും മനുഷ്യരുടെ അനുഭവങ്ങൾ എത്രത്തോളം ആന്തരികമായി നമ്മളെ സ്പർശിക്കുന്നു. അപ്പോൾ നമ്മൾ ആധുനികതയിൽ ഈ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് മനുഷ്യരുടെ അസ്തിത്വ പ്രശ്നങ്ങൾ, മൃത്യുബോധം, അന്യതാബോധം, ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ചർച്ചയ്ക്ക് വന്നു. അതിന് തൊട്ട് മുമ്പത്തുള്ള കാലത്തെക്കുറിച്ച് അതിൻ്റെ വായനയിൽ ഒരു സാധാരണ വായന എന്നുള്ള രീതിയിൽ സക്രിയ സൂചിപ്പിക്കുമ്പോൾ പോലും അതിലും ഈ പറഞ്ഞ മനുഷ്യജീവിതത്തിൻ്റെ പല അറ്റങ്ങൾ, തീവ്രമായിട്ടുള്ള അറ്റങ്ങളുണ്ട്, സാധാരണമായിട്ടുള്ള അംശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ, ഈ ഒരു രൂപീകരണം ഭാഷയുടെ മാത്രമല്ല, സ്ട്രക്ചറിൻ്റെ മാത്രമല്ല, അതിൻ്റെ ഉള്ളിലെ ആന്തരപ്രമേയത്തെ, ഇപ്പോൾ ചരിത്രം അതിലേക്ക് കൊണ്ടുവരുന്നു, രാഷ്ട്രീയം അതിലേക്ക് കൊണ്ടുവരുന്നു. ഈ 2 കാര്യങ്ങൾ കഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഇപ്പോൾ ആദ്യകാലത്ത് എഴുതുന്ന കഥകളൊക്കെ തന്നെ, ഇപ്പോൾ വല എന്നുള്ളൊരു കഥ, അല്ലെങ്കിൽ ആ എന്ന വേട്ടക്കാരൻ എന്നുള്ള കഥ, ഇപ്പോൾ മനുഷ്യരുടെ ജീവിതത്തെ കൊണ്ടുവരുമ്പോൾ ഒപ്പം തന്നെ ഒരു ചരിത്രത്തെ കൂടി കൊണ്ടുവരുന്നുണ്ട്, രാഷ്ട്രീയത്തെ കൂടി കൊണ്ടുവരുന്നുണ്ട്. ഇത് ആധുനികതയുടെ ഭാഗമായിട്ടുള്ള ഒരു എഴുത്തിൻ്റെ
ഭാഗമായിട്ട് വിലയിരുത്തണോ അതോ അതല്ലാതെയുള്ള ഒരു വായനയായിട്ട് വിലയിരുത്തണോ? ഇല്ല, എനിക്ക് തോന്നുന്നത് കഥയുടെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റിലേക്കാണ്. വാസ്തവത്തിൽ കേശവദേവും ഒക്കെ പുരോഗമന സാഹിത്യം, കേശവദേവും പൊൻകുന്നമർക്കിയും കാരൂറും ഒക്കെ കൂടി പുരോഗമന സാഹിത്യം ആരംഭിക്കുമ്പോൾ എന്ന പ്രസ്ഥാനം അവരൊക്കെ ആ ലേബൽ പറയുക, അന്ന് തന്നെ രാഷ്ട്രീയം ഒന്നായിരുന്നു. പുരോഗമന സാഹിത്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവൽ രാഷ്ട്രീയമാണ്. ഈ അധസ്ഥിതൻ്റെ കഥയാണത്. എങ്ങനെ അവർ അപ്പം ആ രാഷ്ട്രീയം, പക്ഷേ കക്ഷി രാഷ്ട്രീയമോ നമ്മളിന്നറിയുന്ന ഈ ജനാധിപത്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായി വന്ന, ലോകമെങ്ങും ഉണ്ടായി വന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നില്ല. അത് ഈ ക്ലാസ് വ്യവസ്ഥയുടെ, കമ്മ്യൂണിസമൊക്കെ കൈകാര്യം ചെയ്ത അതിനെ സംബന്ധിച്ചൊരു രാഷ്ട്രീയമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മോദിയുടെ ഇന്ത്യയിലും അതിനു മുമ്പിൽ ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യയിലും ഒക്കെ നമ്മളൊരു ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നത് എന്ന ഒരു തോന്നൽ ഉളവാക്കിക്കൊണ്ട് സ്വേച്ഛാധിപത്യം നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വരികയും, എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ എഴുത്തിലേക്ക് രാഷ്ട്രീയം വരുന്നത് ഞാൻ ഡൽഹിയിലിരുന്ന് അടിയന്തരാവസ്ഥ അറിഞ്ഞതുകൊണ്ട് ആണ്. അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പോലെ ഒരു കാര്യം ഒരു ഇന്ത്യയിലെ ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത ഒരു ഭരണകൂടത്തിന് ഇന്ത്യയുടെ ഭരണഘടന ക്യാൻസൽ ചെയ്യുകയും എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിർത്തലാക്കുകയും ചെയ്യാൻ പറ്റും ഉള്ള തിരിച്ചറിവെന്ന് പറയുന്നത്, എന്നെപ്പോലെ ഒരു മനുഷ്യൻ അതൊരു ഒരു മുഖം ചേർത്തിട്ടുള്ള ഒരു അടി പോലെയാണ്. നമ്മുടെ പൗരത്വത്തെ മുഴുവനും ഹനിച്ചു. അപ്പം ഈ തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനിങ് ഇപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ആധുനികതയ്ക്ക് അന്ന് ഈ എൻ്റെ കാലം എന്നൊക്കെ പറയുന്നതും അതിന് ശേഷവും ആധുനികത കൂടുതലും ഈ ക്രാഫ്റ്റ്, ശില്പം സംബന്ധിച്ച പരീക്ഷണങ്ങളിലേക്കും ഒക്കെയായിരുന്നു കടന്നു. പിന്നെ ഭാഷാ ആ പരീക്ഷണങ്ങളെ വിട്ട്, എൻ്റെ ഒരു വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഇതായത്, ആ പരീക്ഷണങ്ങളെ വിട്ട് കൂടുതലായിട്ട് ഇപ്പോൾ ചെറുപ്പക്കാരുടെ അവരുടെ ഇതിലേക്ക് ഈ രാഷ്ട്രീയ ബോധമാണ് കടന്നു വന്നിരിക്കുന്നത്. അത് നമ്മളുടെ ഇപ്പോൾ എഴുതുന്ന ഉണ്ണി തൊട്ട് നമുക്കറിയാവുന്ന ഹരീഷ്, ഓൾ ദി വിനോയ് തോമസ്, ഇവിടെ എല്ലായിടത്തും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള രാഷ്ട്രീയം ശക്തമായിട്ട് അവിടെ ഇപ്പോൾ കോണ്ടംപററി, നമുക്ക് സമകാലീൻ എന്ന് പറയുകയായിരിക്കും ഏറ്റവും നല്ലത്. സമകാലീന എഴുത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാഷ്ട്രീയം തന്നെയാണ്. വാസ്തവത്തിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം ഇന്ന് നമ്മളെ വലയം ചെയ്യുന്ന, ഇതിനു മുമ്പും വലയം ചെയ്ത, അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും നമുക്ക് ആരുടെയും ഇന്നിപ്പോൾ ഇവിടെ നിലവിലുള്ള ഭരണകൂടത്തെപ്പറ്റി പോലും പറയണ്ട, ഇന്ത്യയിൽ സ്വാതന്ത്ര്യശേഷം ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ ശക്തിയും, അത് കോൺഗ്രസ് ആവട്ടെ എന്തെങ്കിലും, ഇവിടെ ജനാധിപത്യം യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയില്ല. അവർ അധികാരം കയ്യിൽ വെച്ചതല്ലാതെ ജനങ്ങൾക്കത് ഈ പരിതസ്ഥിതിയെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യനിങ് ആണ് ഇന്നിപ്പം പുതിയ എഴുത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ. ഞാനൊരു കഥ ഓർക്കുകയാണ്, കുരിശുമല എന്ന് പറയുന്ന കഥ. കുരിശുമല എന്ന് പറഞ്ഞ കഥ ഈ പറഞ്ഞ അടിയന്തരാവസ്ഥയുടെ എങ്ങനെയാണ് ഒരു പൗരൻ അടിയന്തരാവസ്ഥയെ ഏറ്റെടുക്കേണ്ടി വന്നത് എന്നുള്ള അർത്ഥത്തിൽ വായിക്കാൻ പറ്റുന്ന ഒരു കഥയാണ്. കുരിശുമലയിൽ നിന്നുള്ള എക്സ്റ്റൻഷൻ ഏറ്റവും പുതിയ കഥാകൃത്തുക്കളിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഒപ്പം തന്നെ നമ്മൾ ഈ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ചരിത്രത്തെ കൂടി ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നുണ്ട്, നമ്മുടെ സാമൂഹിക ചരിത്രത്തെ കൂടി. അതിൽ മനുഷ്യരുടെ പക്ഷം എങ്ങനെയാണ് ഉരുവപ്പെട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെൻറ്റിലേക്ക് കടക്കേണ്ടി വരും. രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ മതം. അപ്പോൾ മതം എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്, നമ്മളെ ഭരിക്കുന്നത്, നമ്മളെ ആക്രമിക്കുന്നത് എന്നുള്ളതിന് അന്നും ഇന്നും ഒരുപക്ഷെ ഇന്ന് കുറച്ചും കൂടി മൂർച്ചയായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സക്രിയയുടെ കഥകളിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം മതവുമായി അല്ലെങ്കിൽ മതത്തിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട്, തീർച്ചയായിട്ടും നമ്മുടെ ബാല്യകാല അനുഭവങ്ങളും നമ്മുടെ മതവിദ്യാഭ്യാസവും ഒക്കെ ബന്ധപ്പെട്ട് നമുക്കുണ്ടായ അനുഭവങ്ങളൊക്കെ നമ്മുടെ എഴുത്തിൽ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കഥകൾ, ഇപ്പോൾ ഒരുപാട് കഥകൾ, ഇപ്പോൾ യേശുപുരം പബ്ലിക് ലൈബ്രറി മുതൽ ഒരിടത്ത് മുതൽ ആർക്കറിയാം മുതൽ അങ്ങനെ പല കഥകളും നമ്മൾ മതം പരിസരമാകുന്ന കഥകൾ. ഈ കഥകളുടെ ഒരു വായന, ഈ കഥകളുടെ ഒരു എഴുത്തും വായനയും ഈ കാലത്തായിരുന്നെങ്കിൽ
എങ്ങനെയായിരിക്കും എന്നാണ് സക്രിയ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ ആ കാലത്ത് അതിൻ്റെ വായനയെ, ഇപ്പം നമ്മൾ തിയോളജിയെ വിമർശിക്കുമ്പോൾ, മതത്തിൻ്റെ ദർശനത്തെ വിമർശിക്കുമ്പോൾ, അതിനന്നൊരു സറ്റയറായിട്ടോ അല്ലെങ്കിൽ പാരഡി കഥകൾ എഴുതുകയോ അതികഥ എഴുതുകയോ കഥയെ തന്നെ പൊളിച്ചുകൊണ്ട് അക്കഥ എഴുതുകയോ നമ്മൾ പറയില്ല ഇല്ലാക്കഥ എഴുതുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പാറ്റേൺ രൂപത്തിൽ, ഭാവത്തിൽ, ആഖ്യാനത്തിലൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇന്ന് എന്താണ് വിചാരിക്കുന്നത്? ഇന്ന് ആ ഒരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം എവിടെ നിൽക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ ആ കഥകളുടെ ഇന്നത്തെ റീറീഡിങ്ങിനെ പറ്റി എങ്ങനെയാണ് എഴുത്തുകാരൻ വിലയിരുത്തുന്നത്? ആ കഥകൾ എഴുതുന്ന കാലത്ത് ഒരു അസ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ഒരു ചെറിയ ചിന്ത പോലും ആർക്കും ഉണ്ടായിരുന്നില്ല. എനിക്കറിയാവുന്ന എൻ്റെ പിയർ ഗ്രൂപ്പിൽപ്പെട്ട എഴുത്തുകാർക്കോ പൊതുവിൽ ജനങ്ങൾക്കോ ഇത്തരത്തിലുള്ള ഒരു അസ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. മതം ചർച്ച ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണ്, മതത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല, മതവിശ്വാസങ്ങളെ പറ്റിയുള്ള ചർച്ചകളോ അതിനെപ്പറ്റിയുള്ള വിശകലനങ്ങളോ അതിലുള്ള തെറ്റുകളോ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നൊന്നും അക്കാലത്ത് എൻ്റെ അറിവിൽ ആരും, പൊതുവിൽ എഴുത്തുകാരുടെ ഇടയിൽ ആരും ചിന്തിച്ചിട്ടില്ല. അന്ന് അക്കാലത്താണ് ഇവിടെ വാസ്തവത്തിൽ യുക്തിവാദം വേര് പിടിക്കുന്ന ഒരു കാലമാണ്. കോവൂറിൽ തുടങ്ങി ഇടമറുക, ഇങ്ങനെ പല യുക്തിവാദികളും യുക്തിവാദി സംഘങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പുരോഗമന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വളരെ ശക്തമായി ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലമായിരുന്നു. വായനശാല പ്രസ്ഥാനം കൊണ്ട് എല്ലാ ഗ്രാമങ്ങളിലും ഗ്രാമീണ വായനശാലകളും ഇത്തരം പുസ്തകങ്ങളടക്കം എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ, ഞാനൊക്കെ അങ്ങനെ ഗ്രാമീണ വായനശാലകളിൽ നിന്ന് ഇതുണ്ടായിരുന്നു. ആ കാലാവസ്ഥ, ആ അന്തരീക്ഷം പരിപൂർണമായിട്ടില്ലെന്നായി പോവുകയാണ് കഴിഞ്ഞ ഒരു 20-25 കൊല്ലത്തിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് പടിപടിയായിട്ട് വളർന്നു വന്നതാണ്. ഇത് ഒരു മതം ആ മതത്തെപ്പറ്റി എന്തു പറഞ്ഞാലും എൻ്റെ മതവികാരം വ്രണപ്പെട്ടു എന്ന് ഒരു പർട്ടിക്കുലർ മതം പറഞ്ഞു തുടങ്ങിയപ്പോൾ ബാക്കി മതങ്ങളെല്ലാം ഇത് കൊള്ളാമല്ലോടാ, എന്നാൽ എൻ്റെ മതം എന്നാ ഇത് വ്രണപ്പെടാൻ കൊള്ളുന്നതല്ലേ എന്നുള്ള രീതിയിൽ ബാക്കി മതങ്ങളും ഇതിലേക്ക് കടന്നു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ മതങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർഷ്യലാകും. കാരണം ഇത് കേരളത്തിലെ 3 പ്രധാന മതങ്ങൾ ഒരുപോലെ ഇതിനകത്ത് കുറ്റവാളികളാണ്. അതിൻ്റെ എല്ലാം പിന്നിൽ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ ശക്തികളും കൂടി നിൽക്കുകയും പൊതുസമൂഹത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഇത് എനിക്ക് മനസ്സിലാകുന്നിടത്തോളം ഞാൻ എഴുതിയ കാലത്തെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഞാനും മുകുന്ദനോ അല്ലെങ്കിൽ കുഞ്ഞബ്ദുള്ളയോ അല്ലെങ്കിൽ വിജയനോ ഒക്കെ, വിജയൻ ധർമ്മപുരാണം എഴുതുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, എഴുതിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വിജയൻ ഇന്ന് ധർമ്മപുരാണം എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല. ഇപ്പം MTയുടെ നിർമ്മാല്യത്തിലെ ആ ഒരു രംഗത്തെപ്പറ്റി എല്ലാവരും ചർച്ച ചെയ്യാറുണ്ടല്ലോ. പൂജാരി ദേവിയുടെ മുഖത്ത് തുപ്പുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ന് MTക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ആൻസർ. പക്ഷേ എനിക്ക് തോന്നുന്നത് പറ്റില്ല എന്നാണ്. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ പൂർണ്ണമായിട്ടും മാറിപ്പോയി. ഇനി ഇതിലേക്ക് നമ്മൾ കഴിഞ്ഞ ഒരു 20 വർഷത്തിന് മുമ്പ് അറിഞ്ഞ ഇന്ത്യ ഇനി തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിയിരിക്കണം. ഒരു പക്ഷേ വരുമായിരിക്കാം, ഈ രാജ്യത്തിന് ഇനിയും ഭാഗ്യമുണ്ടായേക്കാം, ഒരു പക്ഷേ വരില്ലായിരിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായ എഴുത്തിൻ്റെ കാലം, ചിന്തയുടെ കാലം, സ്വതന്ത്രമായി അഭിപ്രായം പറയുന്ന കാലം, അത് കഥകളിൽ കൂടി മാത്രമല്ല ലേഖനങ്ങളിലൂടെയോ പ്രസംഗങ്ങളിലൂടെയോ ആ കാലം തൽക്കാലത്തേക്ക് അസ്തമിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സക്കറിയുടെ കഥകളിൽ യേശു ഒരു ഫെമിനിസ്റ്റായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മാർത്തയുടെയും മറിയയുടെയും ജീവിതത്തിൽ യേശു ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ യേശു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പല കഥകളിലും നമുക്കതിൻ്റെ അനുരണനം കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്തുവിൻ മതത്തെക്കുറിച്ച് മാത്രമല്ല, ഇപ്പോൾ മന്ത്രവാദം എന്ന് പറഞ്ഞ ഒരു കഥ, അല്ലെങ്കിൽ കന്യാകുമാരി എന്ന് പറയുന്ന കഥ, ഇതിലെല്ലാം ഈ തരത്തിലുള്ള വിമർശനങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വിമർശനങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഒരു സാമൂഹിക, ഇപ്പം നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ പറയാണ് സമൂഹം വളരുകയാണ്, സാമൂഹിക ബോധം വികസിക്കുകയാണ്, നമ്മൾ കൂടുതൽ സാക്ഷരരായി വരികയാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഈ രീതിയിലുള്ള ഒരു വളർച്ച
നമ്മുടെ സമൂഹത്തിന് വരാത്തത്? അല്ലെങ്കിൽ വർഗീയത വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയായിട്ട് നമ്മുടെ സമൂഹത്തിൽ അവശേഷിക്കുന്നതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു വർഗീയത കേരളത്തിൽ ഒരു പക്ഷേ ഒരു പരിധി വരെ വർഗീയത ഇന്ന് നാം അറിയുന്ന വർഗീയതയല്ലാതെ ഉള്ള ഒരു പക്ഷേ ജാതിപരമായ ഒരു ബോധമായിരിക്കാം. അതല്ലെങ്കിൽ അവൻ്റെ മതത്തെ പറ്റിയുള്ള ഒരു അഗ്രസീവ് അല്ലാത്ത ഒരു അഭിമാനമായിരിക്കാം, ഒരു സ്നേഹമായിരിക്കാം. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഒരു നഗ്നമായ വർഗീയത, ഞാനല്ലാത്തവൻ, അവരൻ എൻ്റെ ശത്രുവാണ്, അവൻ്റെ മതം വേറെയാണ്, അവൻ എൻ്റെ ശത്രുവാണ് എന്ന് പറയുന്ന, അത് ഏത് മതവും അത്തരമൊരു വർഗീയത, അങ്ങനെ പറയുന്നത് ലജ്ജിക്കാനൊന്നും ഇല്ല എന്നുള്ളത്. അങ്ങനെ പറയുന്നവരെ ഞാനൊരു 15 കൊല്ലം മുമ്പൊക്കെ 20 കൊല്ലം മുമ്പിലത്തെ കഥ ഞാൻ പറയുന്നത്, ഒരു പക്ഷേ 15 കൊല്ലം ഈ ആദ്യമായിട്ടാണ് നമ്മളുടെ ഇവിടുത്തെ മുഖ്യധാര പത്രങ്ങളിൽ ചിലർ പറഞ്ഞ വർഗീയത, അതുവരെ ഞാൻ വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത വർഗീയമായ പ്രസ്താവനകൾ മുഖ്യധാര പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. 1-ാം പേജിൽ ഇതൊരു വമ്പിച്ച മാറ്റമാണ് അതുണ്ടാക്കിയത്. കാരണം മുഖ്യധാര പത്രങ്ങളും പിന്നീട് ടെലിവിഷൻ ചാനലുകളും ഇതിനെ ഒരു വർഗീയത, അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയും അതങ്ങനെ പറഞ്ഞതല്ലേ, എന്തിന് ഞാൻ ഒളിച്ചു വെക്കണം എന്നൊക്കെയുള്ള ഇവരുടെ ഒത്തിരി ലോജിക്കുണ്ട്. അങ്ങനെ പറയാമെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളത്. പക്ഷേ എനിക്കറിഞ്ഞുകൂടി ഇതിൻ്റെ യുക്തി എവിടം വരെ തള്ളാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ മാധ്യമങ്ങൾക്കിതിലൊരു വർഗീയതയെ സർവ്വസാധാരണമായ ഒരു ചിന്തയാക്കിയോ നമുക്ക് ലജ്ജിക്കാനില്ലാത്തത് നാം ചെയ്യാം, ഒരു ജനാധിപത്യത്തിൽ നാം ഒരിക്കലും കൊണ്ടുവന്ന് വയ്ക്കാൻ പാടില്ലാത്തത് എന്നുള്ളതൊക്കെ ആ നിലയിൽ നിന്നും മാറ്റി വർഗീയത മറ്റെന്തു പറയുന്നതും പോലെയും മറ്റേത് തർക്കം പോലെയും ആർക്കും പറഞ്ഞ് ഫലിപ്പിക്കുകയും ശുദ്ധ കാളകൂട വിഷമായിട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടുള്ള പ്രസംഗങ്ങളിലൂടെയും പ്രചരിപ്പിക്കുകയും ചെയ്യാവുന്ന വരുത്തി വെച്ചതിൻ്റെ പിന്നിൽ ഒന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് തീർച്ചയായിട്ടും വർഗീയതയെ ആലിംഗനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൽ വലിയ പങ്കുണ്ട്. പക്ഷേ അവരെ ഈ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചതിൻ്റെ വലിയ പങ്ക് മാധ്യമങ്ങളുടെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് മാധ്യമങ്ങൾ ഇതിനെ ന്യായീകരിക്കുക? അവരങ്ങനെ ചെയ്തു എന്ന് അവർക്കറിയാമോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു വശത്ത്. മറുവശത്ത് ഇത്തരമൊരു തരത്തിൽ വർഗീയത പറയുന്നത് ഒരു തെറ്റുമില്ല എന്നുള്ളത് കുട്ടികൾക്കടക്കം, സ്കൂൾ കുട്ടികളടക്കം, അതിലും എനിക്ക് തോന്നുന്നു പ്രൈമറി സ്കൂൾ, മിഡിൽ സ്കൂൾ, ഹൈസ്കൂൾ തുടങ്ങിയ തൊട്ടിൽ അവിടെ അടക്കമുള്ള കുട്ടികൾക്ക് പോലും ഇതൊരു വർഗീയത പറയുന്ന ഞാൻ ജീവിച്ചിരുന്ന കാലത്ത് എൻ്റെ ഓർമ്മയിൽ ഒരാളിനെ പറ്റി പേരുകൊണ്ട് നമ്മൾ ഒരാൾ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ തിരിച്ചറിയുമായിരിക്കും. അതല്ലാതെ ഇയാളുടെ ജാതി എന്താണ്, ഇയാളുടെ മതം എന്താണ് എന്ന് ചോദിച്ചിട്ടുള്ള ഇത് എനിക്കില്ല. അല്ലെ ആ രീതി പറഞ്ഞാണ് ഒരു വ്യക്തിയെ കാണേണ്ടതെന്ന് അത് എൻ്റെ കാലത്തുണ്ടായിട്ടില്ല. പക്ഷേ ഇന്നത് വളരെ സർവ്വസാധാരണമാണ്. എനിക്കൊന്ന് മാതാപിതാക്കളിൽ നിന്നുകൂടി കുട്ടികൾക്ക് ഇത് വീടുകളിലൂടെ, കുടുംബങ്ങളിലൂടെ തന്നെ ഇത്തരത്തിലുള്ള ജാതി മതപരമായ വർഗീയത വളരെ വളരെ സാധാരണ ഒരു വിഷയമായിട്ട് കുട്ടികൾക്കും കൂടി കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതും ഈ പുതിയ കാലത്തിൻ്റെ ഒരു പ്രതിഭാസമാണ്. ഇതിനെ ഇനി തിരിച്ചു വിളിക്കാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിവിടെ വന്നിരുന്നു കഴിഞ്ഞു. കാരണം ഇതിനെ തിരിച്ചു വിളിക്കണമെങ്കിൽ വളരെ ചൂട്ടിൽ തൊട്ട് കുട്ടികൾ ഇനി വരാൻ പോകുന്ന തലമുറയുടെ തലയിലേക്ക് വർഗീയത തെറ്റാണ് എന്ന ആശയം, വർഗീയമായ ഇത്തരം കാര്യങ്ങൾ എന്ന ആശയം കടത്തിവിടണം. അത് കടത്തിവിടാൻ പാഠപുസ്തകങ്ങൾ അത്തരത്തിലുള്ളത് ഉണ്ടാവണം. അത് ആത്മാർത്ഥമായി പിള്ളേരെ പഠിപ്പിക്കാൻ അധ്യാപകരും മാതാപിതാക്കളും ഉണ്ടാകണം. അങ്ങനെയുള്ളവരാരുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. ഇത് പറയുമ്പോഴും ഈ പറഞ്ഞ സവർണബോധം, മതബോധം
പണ്ടും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇത് ഇത്രത്തോളം ദൃശ്യത ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇത്തരത്തിൽ കേരള സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ പറഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് നേരെ, അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർക്ക് നേരെ, പ്രത്യേകിച്ചും അത് മറ്റൊന്നിൻ്റെയും പേരിലല്ല, മതത്തിൻ്റെയോ ജാതിയുടെ പേരിൽ ഇത്തരത്തിലുള്ള അടിച്ചമർത്തൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു സ്വാഭാവികമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു തലമുറയിൽ നിന്ന് മാറി പുതിയ കാലഘട്ടത്തിൽ ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ചരിത്രമാണെന്നും ഇത്തരം വ്യാജ ചരിത്രങ്ങൾക്കെതിരെ പോരാടേണ്ടതുണ്ടെന്നും മനസ്സിലാക്കുന്ന ഒരു ന്യൂനപക്ഷമെങ്കിലും ഇക്കാലത്ത് വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ കുട്ടികളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് സക്കറിയയുടെ ഒരു പറ്റം കഥകൾ, ബാലകഥകൾ എന്നതിനെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കുട്ടികൾ കഥാപാത്രങ്ങളാകുന്ന കഥകൾ. കുട്ടികളെ നമ്മളാരും പൗരരായിട്ട് കാണില്ല. നമ്മുടെ സമൂഹത്തിൽ കുട്ടികളെ എപ്പോഴും അധ്യാപകരുടെയോ മാതാപിതാക്കളുടെയോ അടിമകളായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. അപ്പോൾ സക്കറിയയുടെ കഥകളിൽ, മിക്കവാറും കഥകളിൽ കുട്ടികൾ പൗരബോധത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാറുണ്ട്. ശന്തനുവിൻ്റെ പക്ഷികൾ, പിന്നെ പേര് പെട്ടെന്ന് ഞാൻ അന്വേഷിച്ചു കണ്ടെത്തിയില്ല തുടങ്ങിയ കഥകളിലൊക്കെ. ഈ കഥകളിൽ ഇപ്പോൾ കുട്ടികൾ കഥാപാത്രത്തിൽ ഒരു കഥയിൽ, ഇപ്പോൾ വല എന്നുള്ള കഥയിൽ തന്നെ നമ്മൾ സംസാരിച്ച കഥയാണ്. ആ കഥയിൽ കൊതുക് ഒരു നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. കൊതുക് ഒരു പുതിയ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുകയാണ്. അതൊരു സിംബോളിക്കായിട്ടുള്ള ആവിഷ്കാരം കൂടിയാണ്. അപ്പോൾ അതിൽ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് കുട്ടികളാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കുന്നത്, കൊതുകിനെ തുരത്താനുള്ള കാര്യം അറിയണമെങ്കിൽ കൊതുകിൻ്റെ ആവാസ വ്യവസ്ഥ എവിടെയാണെന്ന് അറിയണം. ഇതാദ്യം കണ്ടുപിടിക്കുന്നത് നിരീക്ഷണബോധമുള്ള കുട്ടികളാണ്. പക്ഷെ കുട്ടികൾക്ക് അത് അറിയാമെന്ന് മുതിർന്നവർക്ക് അറിയാത്തതിൻ്റെ ഒരു കാരണം മുതിർന്നവരും കുട്ടികളും തമ്മിൽ സംസാരിക്കാത്തതാണ്, അല്ലെങ്കിൽ മുതിർന്നവർ കുട്ടികളെ പരിഗണിക്കാത്തതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്നും നമ്മൾ കുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ കുറ്റങ്ങളും നമ്മൾ കുട്ടികളുടെ തലയിലേക്ക് ഇടണോ, അല്ലെങ്കിൽ കുട്ടികൾ അരാഷ്ട്രീയരാവുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പൊതുബോധത്തിൽ നിന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊതുബോധത്തിൽ ഇടപെടാൻ താല്പര്യമില്ല എങ്കിൽ അതിനൊരു കാരണം നമ്മുടെ സമൂഹം തന്നെയല്ലേ? ഇത്തരത്തിലുള്ള അവരുടെ പൗരർ എന്നുള്ള രീതിയിൽ അവരെ പരിഗണിക്കേണ്ടതല്ലേ? അവരുടെ ഇപ്പോൾ സക്രിയ എഴുതുന്ന ചില കുറിപ്പുകളിൽ, ഇപ്പോൾ ലഹരിയെക്കുറിച്ച് എഴുതുന്ന കുറിപ്പുകളിൽ, കുട്ടികളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് എഴുതുന്ന കുറിപ്പുകളിലൊക്കെ ഇത് കുട്ടികൾ ഒറ്റയ്ക്കാണോ ഇതിൻ്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടത്? ഒരു പൗരർ എന്നുള്ള രീതിയിൽ അവരുടെ സ്ഥാനം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും കുട്ടികളുടെ മേൽ ഈ കുറ്റം ചുമത്തുക എന്ന് പറയുന്ന വലിയ ഒരു അന്യായമായിരിക്കും. കാരണം അവരൊരു പ്രായത്തിലെത്തും വരെ, നമ്മൾ പ്രായപൂർത്തി എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ടല്ലോ, അതെത്തും വരെ അവർക്ക് ലഭിക്കുന്ന അറിവുകളാണ് അവരുടെ ആസ്തി. ആ ലഭിക്കുന്ന അറിവുകൾ അവരുടെ വളർച്ചയ്ക്കും അവരുടെ സ്വാതന്ത്ര്യ ബോധത്തിനും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ശേഷിക്കും ഈ തരത്തിലുള്ള മതജാതി പരിഗണനകൾ, രാഷ്ട്രീയ പരിഗണനകളെ മാറ്റിവെച്ച് ചിന്തിക്കാനുള്ള ഒരു ശേഷിക്കും വളം വെക്കുന്ന, അതിനെ വളർത്തുന്നതല്ലെങ്കിൽ ആ പരിശീലനം കൊടുക്കാത്തതിന് അവർ കുറ്റക്കാരല്ല. പിള്ളേരല്ല സ്കൂളുകൾ നടത്തുന്നത്, പിള്ളേരല്ല അധ്യാപകരെ പരിശീലിപ്പിക്കുന്നത്, പിള്ളേരല്ല അധ്യാപകരെ നിയമിക്കുന്നത്, പിള്ളേരല്ല അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും ചിന്തയെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഒരു വലിയ 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 പ്രശ്നമുള്ളത്. ഇപ്പം എനിക്കൊക്കെ അറിയാം, നമുക്ക് യൂറോപ്പിലും നമ്മൾ യൂറോപ്പിൽ എന്ന് നമ്മൾ പറയുന്നത് തന്നെ തെറ്റാണ്. ഒരു സംസ്കാര സമ്പന്നങ്ങളായ ഏത് സമൂഹത്തിൽ ചെന്നാലും അവർ അടിത്തറ പണിയുന്നത് അവിടെയുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു ഇൻ്റലക്ച്വൽ അറ്റ്മോസ്ഫിയറിൻ്റെയും ഈ തരത്തിലുള്ള ഒരു വിശാലമായ ലോകബോധത്തിൻ്റെയൊക്കെ അടിത്തറ, പൗരബോധത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് അടിത്തറ പണിയുന്നത് ആ നഴ്സറി സ്കൂളിൽ തൊട്ടാണ്. വാസ്തവത്തിൽ ആ 1ാം ക്ലാസ്സിൻ്റെയും താഴെയുള്ള ക്ലാസ്സിൽ തൊട്ട് പിള്ളേരുടെ മനസ്സിലേക്ക് ഈ ചിന്തകൾ, ദേ ആർ ദെയർ ഓൺ ഏജൻസ്. ഞങ്ങൾ പൗരരാണ്, ഞങ്ങളുടെ സ്വന്തം ഏജൻസാണ്, ഇതാണ് ഞങ്ങൾ അന്വേഷിക്കുക. അതേസമയം ഈ ആശയങ്ങൾ അവർക്ക് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് കൊടുക്കണം. ഇതാണ് പലപ്പോഴും നമ്മൾ വെള്ളക്കാരും, അങ്ങനെ നമ്മൾ ഈ വെള്ളക്കാരുടെ കാര്യം നമ്മളെപ്പോഴും പാശ്ചാത്യ സമൂഹങ്ങളിൽ പലതും നമ്മേക്കാൾ മുന്നിലാണ് എന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ ഒരു കാരണം ഈ തരത്തിലുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ വളർത്തലിൽ ഈ
ആന്തരിക പരിശീലനത്തിൽ അവർ കൊടുക്കുന്ന ശ്രദ്ധയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ ചില വളരെ പ്രബലങ്ങളായ വർഗീയ ശക്തികൾ കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഒരു 1000 കുട്ടികളെ അല്ലെങ്കിൽ ഒരു 10,000 കുട്ടികളുടെ തലച്ചോറിൽ ഈ വിഷം കലർത്തി വിട്ടാൽ അത് തന്നെ ഒരു വലിയ വിപ്ലവത്തിലേക്ക് നയിക്കാൻ പറ്റും. ഇതൊരു വലിയ വളരെ 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 പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇതിവിടെ ആരും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അപ്പം കുട്ടികളെ എനിക്ക് ഇത് പറയുന്നതിൽ ഇതൊരു ക്രൂരതയാണ്. കാരണം മാതാപിതാക്കൾക്ക് വേണ്ടത് അവരുടെ കുട്ടികൾ പഠിച്ചു വലുതായി ധനികരായി വലിയ രീതിയിൽ വളരെ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നതാണ് അവർക്ക് കാണേണ്ടത്. അതുകൊണ്ട് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മത്സര പരീക്ഷകൾ ജയിക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ പ്രധാന ഉത്തരവാദിത്തം. അവരുടെ മാനസിക ചക്രവാളം വികസിക്കുന്നുണ്ടോ, അവർക്ക് ഇത്തരത്തിലുള്ള പ്രിജുഡ്യൂസുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള വർഗീയത പോലെയുള്ള ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടോ, അവർ നല്ല പൗരരും നല്ല മനുഷ്യരുമായിട്ട് സംസ്കാരമുള്ള മനുഷ്യരായിട്ട് ഇത് മാതാപിതാക്കൾ പലപ്പോഴും, എല്ലാവരും എന്ന് ഞാൻ പറയില്ല, ചിന്തിക്കുന്നില്ല. കാരണം നമ്മുടെ ഒരു റാറ്റ് റേസാണ്. പിള്ളേരെങ്ങനെയെങ്കിലും കയറിപ്പോകണം എന്നുള്ളൊരിത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം പിള്ളേർ പട്ടിണി കിടക്കണോ, അവർ ധനികരായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്, വിജയികളാകുക എന്നുള്ളതാണ്, വിജയിക്കുക എന്നുള്ളത്. ആ വിജയത്തിൻ്റെ മുമ്പിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിനൊന്നും ഒരു സ്ഥാനമില്ല. തീർച്ചയായിട്ടും ഒരു സവിശേഷ കാലഘട്ടത്തിൽ എഴുത്തുകാരെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് എഴുതിയ ആളാണ് സക്കറിയ. ഒപ്പം തന്നെ ഇപ്പോൾ ആത്മവിമർശനം അല്ലെങ്കിൽ ആത്മപരിഹാസം പോലെ തന്നെ മൂന്നാംകിട സാഹിത്യത്തിൻ്റെ അന്ത്യം എന്ന പേരിലൊരു കഥ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ കാലം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ എഴുത്തുകാരെ കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് സക്കറിയ ഇപ്പോൾ ആലോചിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ സമകാലത്ത് നമ്മൾ വികസനത്തിൽ പല ചർച്ചകൾ വരുമ്പോൾ, പരിസ്ഥിതിയെക്കുറിച്ചുള്ള പല ചർച്ചകൾ വരുമ്പോൾ, നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക വികാസത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ എഴുത്തുകാർ പഴയ കാൽപ്പനിക ലോകത്തിൽ തുടരുന്നുണ്ട് എന്നൊരു അഭിപ്രായം സക്കറിയയ്ക്കുണ്ടോ? എഴുത്തുകാർ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു കാറ്റഗറി ബേസിക്കലി അവർ സംവേദകർ മാത്രമാണ്. അക്ഷരങ്ങളും വാക്കുകളും ഉപയോഗിച്ച് സംവേദനം നടത്തുന്നവരാണ്. അപ്പോൾ അവരുടെ മേഖല, അവരുടെ മീഡിയ എഴുത്താണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സംവേദകരെ കൊണ്ട് എന്തു പ്രയോജനം എന്നുള്ളതാണ് ബേസിക്കലി. അത് ഇപ്പം അഴീക്കോട് മാഷ് ഒരു എഴുത്തുകാരൻ എന്നുള്ളത് സെക്കൻഡറി ആയിരുന്നു, പ്രസംഗകനായിരുന്നു. അല്ലെങ്കിൽ എം.എൻ. വിജയൻ മാഷ് ഒരിക്കലും തന്നെ ഒന്നും എഴുതി വെച്ചില്ല. വാസ്തവത്തിൽ എല്ലാം പ്രസംഗത്തിലൂടെ പറഞ്ഞ് മുന്നോട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞത്, ഇവരെല്ലാം സംവേദകരാണ്. ആശയവിനിമയമാണ് ഇവരുടെ കേന്ദ്ര ഉദ്യോഗം. അപ്പോൾ അവരെ കൊണ്ടുള്ള പ്രയോജനം വാസ്തവത്തിൽ ഒരു വശത്ത് ഭാവനയുടെ ലോകം ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ആ ലോകത്തിലൂടെ ആളുകളുടെ ഭാവന അത് വായിക്കുന്നവൻ്റെ ഒരാളൊരു നല്ല കഥയോ നോവലോ എഴുതിയാൽ അത് വായിക്കുന്ന ആളിൻ്റെ ഭാവന വികസിക്കുന്നു. അയാളുടെ ആന്തരികമായ മാറ്റങ്ങൾ വരുന്നു, അതുണ്ടാകുന്നുണ്ട്, ഒരു മാറ്റം വരുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ പ്രധാനമാണ് എഴുത്തുകാരൻ അല്ലെങ്കിൽ പ്രസംഗകൻ അല്ലെങ്കിൽ ഏതൊരു ആശയവിനിമയക്കാരനും സമൂഹത്തിലേക്ക് ഈ തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച ആശയങ്ങൾ, പൗരൻ്റെ ഇതുപോലെയുള്ള ഒരു മാനവികതയെ സംബന്ധിച്ച ആശയങ്ങൾ, എങ്ങനെയാണ് നമ്മൾ ഒരു മെച്ചപ്പെട്ട സമൂഹവും മെച്ചപ്പെട്ട പൗരരുമായി മാറുന്നത് എന്നതിനെ സംബന്ധിച്ച ആശയങ്ങൾ, ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് എഴുത്ത്. അത് പ്രചരിപ്പിച്ചതുകൊണ്ട് നാളെ അത് നടപ്പിൽ വരുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു എഴുത്തുകാരന് ചെയ്യാവുന്ന. സ്വന്തം സമൂഹത്തോട് കവിത എഴുതി നോവൽ എഴുതിയൊക്കെ ആളുകളെ ആനന്ദിപ്പിക്കാം. പക്ഷേ അതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നത് ഇത് വളരെ പ്രധാനമായ, ഒരു മിഷണറി എന്നൊന്നും ഞാൻ പറയുകയില്ല, പക്ഷേ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ഇത്. പലരും പറയും ഞാൻ സന്ദേശവാഹകനല്ല, എനിക്ക് സമൂഹത്തോട് സന്ദേശങ്ങളൊന്നും കൊടുക്കാനില്ല, അതൊക്കെ പഴയ രീതിയിലാണെന്ന് പറയുമെങ്കിലും ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ ശരിയായ സന്ദേശങ്ങൾ, ഈ വിഷം ചുറ്റുപാടും വർഗീയ വിഷം ഇങ്ങനെ നമ്മളെ വലയം ചെയ്യുന്ന ഒരു പക്ഷേ
ശരിയായ സന്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് എഴുത്തുകാരൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് എനിക്ക് തോന്നുന്നു. നിലനിൽക്കുന്ന അധികാരത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അധികാരം നമ്മളിൽ ഇടപെടുന്നതെന്നും, ഇപ്പോൾ ഈ അടുത്ത് ഒടുവിലായി സക്രിയ എഴുതിയ പുസ്തകം ഈ ഇന്ത്യ മരിച്ചിട്ടില്ല എന്നുള്ളൊരു പുസ്തകമാണ് എഴുതുന്നത്. അതിനു മുൻപ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് കിമ്പള വ്യവസ്ഥ എന്നുള്ളൊരു കഥ, കിമ്പള വ്യവസ്ഥ എന്നുള്ളൊരു കഥ. അതും അധികാരത്തെ അഭിസംബോധന ചെയ്യുന്ന ഹിറ്റ്ലർ കഥാപാത്രമായിട്ട് വരുന്നൊരു കഥയാണ്. ഇതാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞ മറ്റൊരു കഥ. ഈ അധികാരത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ നമ്മളിങ്ങനെ നമ്മൾ അതിൽ ഇടപെടുകയും അല്ലെ എങ്ങനെയാണ് അധികാരം നമ്മളിൽ ഇടപെടുന്നതെന്ന് നമ്മൾ അറിയുകയും നമ്മൾ തിരിച്ചിടപെടുകയും ചെയ്യുന്നു. പലപ്പോഴും ഒരു എഴുത്തുകാരൻ അതിനകത്ത് തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു. ഈ ഒരു നിലപാട്, ഇത്തരത്തിലുള്ളൊരു നിലപാട് വ്യക്തമാക്കൽ ഈ കാലഘട്ടത്തിൽ ഒരു ആവശ്യമല്ല ഒരു എഴുത്തുകാരന്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് തന്നെയാണത്. വാസ്തവത്തിൽ എഴുത്തുകാർ ഇത്തരത്തിലുള്ള നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും ആ നിലപാടിനെ പറ്റിയുള്ളൊരു അവബോധം ഉണ്ടാകുന്നു. ഇപ്പം പൗരസ്വാതന്ത്ര്യം, മനുഷ്യ സ്വാതന്ത്ര്യം തുടങ്ങിയ നിലപാടുകൾ, ഈ വർഗീയതയുടെ പൂർണ്ണമായ വർഗീയതയിൽ നിന്നും വിമോചനം പ്രാപിക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എഴുത്തുകാരൻ സ്വന്തം നിലപാട് വ്യക്തമാക്കുക എന്നുള്ള അതാണ് അവൻ്റെ സന്ദേശം. ഇപ്പം ഇന്നത്തെ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം വർഗീയതയിൽ നിന്നും സ്വേച്ഛാധിപത്യ പ്രവണതകളിൽ നിന്നുള്ള മോചനമാണ്, പൗരസ്വാതന്ത്ര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ എഴുത്തുകാർ അത് ചെയ്തതുകൊണ്ട് നാളെ ഇതെല്ലാം തിരിച്ചു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. അതിന് നമ്മൾ ഡൽഹി വരെയൊന്നും പോകണ്ട, അതിന് തിരുവനന്തപുരം വരെ പോയാൽ പോലും നമുക്കതിൻ്റെ ഇത് കാണാനും അറിയാനും ഉണ്ട്. ഞാൻ പറയുന്നത് അപ്പോൾ എന്ന് വെച്ച് എഴുത്തുകാരൻ പരാജയബോധത്തിലേക്ക് എത്തേണ്ട കാര്യമില്ല. അയാൾ അല്ലെങ്കിൽ അവൾ ഈ തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിലൂടെ മാത്രമേ ഒരു വശത്തെങ്കിലും, ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവോ ഒരു മത നേതാവോ ഒരു ജാതി നേതാവോ ഇത് പറയില്ല, അവരും സംവേദകരാണ്. അപ്പോൾ ഇത് പറയാനുള്ള സ്വാതന്ത്ര്യവും വാക്കുകളും നൽകപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൈവശമുള്ളത് എഴുത്തുകാർക്കാണ് ഏറ്റവും നന്നായിട്ട് ഇത് പറയാൻ. അപ്പോൾ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. ഒരു വിഭാഗം കൂടി ചോദിച്ചിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പ്രേക്ഷകർക്ക് ചോദ്യങ്ങളുണ്ടാവും. സക്രിയയുടെ പെൺകഥകൾ അല്ലെങ്കിൽ ഒരു സമാഹാരത്തിന് പറക്കും സ്ത്രീ എന്ന പേര് കൊടുക്കുന്നു. സ്ത്രീകളുടെ ജീവിതത്തെ, സ്ത്രീകളുടെ ആശയ പരിസരങ്ങളെ, സ്ത്രീകളുടെ ബദൽ ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സക്രിയ എങ്ങനെയാണ് ഇപ്പോൾ മുൻ തലമുറയിൽപ്പെട്ട സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചും സ്ത്രീകളുടെ എഴുത്തിനെക്കുറിച്ചൊക്കെ, പ്രത്യേകിച്ച് മാധവിക്കുട്ടി അടക്കമുള്ളവരുടെ എഴുത്തുകൾ സമകാലികമായിരിക്കുമ്പോൾ തന്നെ വായിക്കാനും അവരോട് പെരുമാറാനും അല്ലെങ്കിൽ അവരുമായി സംവദിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. പുതിയ കാലത്തെ എഴുത്തുകളും പിന്തുടരുന്ന ഒരാളാണ്. ഒപ്പം തന്നെ പൊതുസമൂഹത്തിലെ സ്ത്രീ ജീവിതത്തെക്കുറിച്ചും വീക്ഷിക്കുന്ന ഒരാളാണ്. എന്താണ് സക്രിയയുടെ ഒരു വിലയിരുത്തൽ, കേരളത്തിലെ പെൺജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ? കേരളത്തിലെ പെൺജീവിതത്തിൻ്റെ കഥ ഒരു നീണ്ട കഥയാണ്. അത് നമ്മളതിലേക്ക് കണ്ടവണ്ണം കടന്നു പോകാൻ പറ്റില്ല. പക്ഷേ കേരളത്തിൽ ആ പെൺജീവിതത്തിന് ഈ സമ്പൂർണ്ണ പുരുഷ മേധാവിത്വവും സ്ത്രീകളോടുള്ള അവഗണനയും പൂർണ്ണമായിരുന്ന ഒരു കാലത്തിൽ നിന്ന് സ്ത്രീകളോടുള്ള പുച്ഛിക്കലും അവരെ രണ്ടാം തരം പൗരരായി കാണുന്ന ആ പ്രവണതയുമൊക്കെ ഉണ്ട്. ആ ശക്തി നേടി നിന്നിരുന്ന കാലത്ത് നിന്ന് ഒരു മാറ്റം വരാൻ തുടങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതെങ്ങനെ വന്നു? എനിക്ക് തോന്നുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം മെല്ലെ വർദ്ധിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ മാറ്റം വരുന്നത് എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഒട്ടനവധി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം കയ്യിലേക്ക് എടുക്കുക എന്ന് പറയുന്നത് അവർക്ക് മതത്തിലൂടെയും ജാതിയിലൂടെയും കിട്ടിയ പാരമ്പര്യ പശ്ചാത്തലമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിട്ട് വരുന്നു. അതുകൊണ്ട് സ്വാതന്ത്ര്യം ഏറ്റെടുക്കാവുന്ന സ്ത്രീകൾ പോലും പലപ്പോഴും അത് ഏറ്റെടുക്കാറില്ല. പക്ഷേ ഞാൻ കാണുന്നിടത്തോളം പുതിയ തലമുറ ഒരു 25-30 വയസ്സിന് താഴോട്ടുള്ള 25 വയസ്സിന് താഴോട്ടുള്ള ഒരു പുതിയ തലമുറയിൽ ഈ സ്ത്രീകൾ രണ്ടാം തരം പൗരരാണ് തുടങ്ങിയ അത്തരം ബോധത്തിനൊരു മാറ്റം വരുന്നുണ്ട്. അതിനെതിരെ ഒരു അടിസ്ഥാനപരമായിട്ട് ഞാൻ കണ്ടത്, ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി എടുത്താൽ
വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു വമ്പിച്ച ഒരു 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 സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലേക്കുള്ള മുസ്ലിം യുവതികളുടെ ഒരു പ്രവാഹം ഇങ്ങനെ ഉണ്ടാകും നമ്മൾ കാണുന്നുണ്ട് എല്ലാ കമ്മ്യൂണിറ്റികളിൽ നിന്നും. അത് ഹിന്ദുമത ഈ സ്ത്രീകളുടെ ഈ വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവാഹമാണ് ഒരു പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുമ്പുണ്ടായിരുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷേ അതിൻ്റെയൊക്കെ 10 മടങ്ങാണ് ഇന്ന് പെൺകുട്ടികൾ ഇതിലേക്ക് കടന്നു പോകുന്നത്. കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ശുഭകരമായ ലക്ഷണമായിട്ട് ഞാൻ കാണുന്നത് ഇതാണ്. കഥയെക്കുറിച്ച് ഒരു റിവേഴ്സ് പോവാമെന്ന് വിചാരിക്കുകയാണ്. കഥ എഴുതുന്നത് പോലെ കഥ കെട്ടുന്ന ഒരു പ്രക്രിയയെക്കുറിച്ച്, നമ്മളെ ഫോമിനെ കുറിച്ച്, കഥയുടെ ഒരു ഫോമിനെ കുറിച്ച് പലതരത്തിലുള്ള തന്ത്രങ്ങൾ. ഇപ്പോൾ ഭാഷ, ഒരു സക്രിയയുടേതായിട്ടുള്ള ഒരു ഭാഷ, ഒരു നാടൻ ഭാഷ, ഒരു പൊളിച്ചെഴുതിയ ഒരു ഭാഷ, സാഹിത്യ ഭാഷയെ പൊളിച്ചെഴുതുന്ന ഒരു ഭാഷ, പാരഡി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഭാഷ, ബദലായിട്ടുണ്ടാക്കുന്ന ഒരു ഭാഷ, ഇത്തരത്തിൽ കഥയുടെ ഭാഷ മാത്രമല്ല അതിൻ്റെ ആഖ്യാന രീതികളിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുക, ആ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു ന്യായം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കഥ എഴുത്ത്, മാത്രമല്ല ഒരു ചോദ്യം ചോദിക്കുക, ആ ചോദ്യത്തിന് ഒരു ഉത്തരം പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ സ്വന്തം കഥകളുടെ ആമുഖത്തിൽ സെൻ ദർശനങ്ങൾ ചേർത്ത് വയ്ക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള കഥാ ആഖ്യാന തന്ത്രങ്ങൾ കഥയിൽ പരീക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. സമകാല കഥയിൽ, അല്ലെങ്കിൽ മലയാളത്തിലെ സമകാല കഥയിൽ, അല്ലെങ്കിൽ പൊതുവെ മലയാള സാഹിത്യത്തിൽ ക്രാഫ്റ്റിന്മേലുള്ള പരീക്ഷണങ്ങളെ, രൂപപരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? ആ രീതിയിൽ എന്താണ് അഭിപ്രായമുള്ളത്? അത് എനിക്ക് പേരുകൾ പറഞ്ഞാൽ ഒത്തിരി പേരുകൾ പറയേണ്ടി വരും. പക്ഷേ ക്രാഫ്റ്റിലേക്കും ഈ അതിൻ്റെ തീംസിലേക്കും വിഷയപരമായിട്ടും ക്രാഫ്റ്റ് പരമായിട്ടുള്ള പരീക്ഷണങ്ങൾ അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ചെറുപ്പക്കാരിൽ നമുക്കിന്ന് അറിയാവുന്ന പ്രശസ്തങ്ങളായ പല പ്രശസ്തങ്ങളും അപ്രശസ്തങ്ങളുമായ പേരുകളിൽ ഒരു പക്ഷേ കഥയിലാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കവിതയിലും പക്ഷേ കവിത എന്തെഴുതിയാലും കവിതയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയും കൂടി ഇന്ന് വന്നിട്ടുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയയുടെ ആഗമനത്തോടു കൂടിയാണ് അത് വന്നത്. അപ്പം കവിതയ്ക്ക് ഇന്നിപ്പം ഒരു അച്ചടക്കം, ഒരു ഡിസിപ്ലിൻ, ഒരു ആക്ടിവിറ്റി, അതായത് കവിതയുടെ ഒരു രൂപം, ഒരു സ്ട്രക്ചറിനെ വിട്ട് കഴിഞ്ഞപ്പം എന്തും കവിതയാകുന്നു എന്നുള്ള ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്. പക്ഷേ കഥയിൽ ഇന്നും ആ രൂപം വിട്ടുപോയിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ അസാധാരണങ്ങളായ പരീക്ഷണങ്ങൾ നടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ചോദ്യം ചോദിക്കാൻ സമയം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം കൺക്ലൂഡ് ചെയ്യുകയാണ്. സക്രിയയോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ. നമസ്കാരം സാർ. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീനാരായണ ഗുരു എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ കണ്ടിട്ടുള്ള മഹാനായൊരു റാഡിക്കൽ സ്പിരിച്വൽ ഫിലോസഫർ ആണല്ലോ ശ്രീനാരായണ ഗുരു. സാറിൻ്റെ പല കഥകളിലും കാണാറുള്ളതാണ് ശ്രീനാരായണ ഗുരു ദർശനങ്ങൾ, അതുപോലെ തന്നെ സൂഫി വചനങ്ങളൊക്കെ. അത് കഥയിൽ ബോധപൂർവം വരുത്തുന്നതാണോ? അല്ല, നമ്മൾ മുഴുവനും ബോധപൂർവമാണല്ലോ. ഒരു കഥ എഴുതുന്നു എന്ന് പറയുന്നതിനെ വളരെ ബോധപൂർവമായ ഒരു ശ്രമമാണ്. അപ്പം അതിലേക്ക് എന്തു വരുന്നു, എന്തെല്ലാം എലമെൻറ്റ്സ് അതിൽ കയറി വരുന്നു എന്നുള്ളതെല്ലാം ബോധപൂർവമാണ്. പക്ഷേ ആ ബോധം അത് കൃത്രിമമായ ഒരു ബോധമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമ്മൾ പറയണം. കാരണം അടിസ്ഥാനപരമായിട്ട് ഞാനൊരു കഥ എഴുതാനിരിക്കുമ്പോൾ കഥ ഉണ്ടാക്കുന്നതിനെ പറ്റി എൻ്റെ ഒരു ബോധമുണ്ട്, ഞാൻ ചെയ്തു പരിചയിച്ചതിൻ്റെ ഒരു ബോധമുണ്ട്, പുതിയ വിഷയം ഞാൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും ബോധപൂർവമാണ് ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു വാചകം. ആരാണെങ്കിലും, ഏത് എഴുത്തുകാർ, എൻ്റെ കാര്യം മാത്രമല്ല, തീർച്ചയായിട്ടും ബോധപൂർവമാണ്. ഇതിവിടെ വരണം, ഇതിവിടെ വന്നാൽ ഇതുകൊണ്ട് ഉപയോഗമുണ്ട് എന്നൊരു വ്യക്തതയോടുകൂടിയാണ് ചെയ്യുന്നത്. സാർ പറഞ്ഞല്ലോ, വർഗീയതയെ സർവ്വസാധാരണമാക്കുന്നതിൽ മാധ്യമങ്ങൾ ഒരു മികച്ച പങ്ക് വഹിച്ചു എന്ന് പറഞ്ഞല്ലോ. സാഹിത്യത്തിൻ്റെ പങ്ക് എങ്ങനെയാണ്? നാലുകെട്ടിൽ നിന്നും പുറത്തു വരാതിരുന്ന ഒരു സാഹിത്യത്തെ പല സാഹിത്യകാരന്മാരും ആധുനികതയുടെ, സാറിനെ പോലുള്ള ആളുകൾ ആധുനികതയുടെ പേരിൽ വർഗീയതയൊക്കെ പൊളിച്ചെഴുതി പുറത്തേക്ക് വന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ആധുനികതയുടെ പേരിൽ വർഗീയതയൊക്കെ പൊളിച്ച് മാറ്റി പുറത്തേക്ക് വന്ന ഒരു കാലവുമുണ്ട്. നമ്മളെല്ലാവരും പലരും പല സാഹിത്യത്തെക്കുറിച്ചും പലതരത്തിലെ വിമർശനങ്ങളാണല്ലോ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ വർഗീയത പച്ചയ്ക്ക് പറയുന്നതിൽ സാഹിത്യകാരന്മാരുടെ ഇപ്പോഴത്തെ ഒരു പങ്ക് എന്തായിരിക്കും? അങ്ങനെ പറയുന്നുണ്ടോ, പറയപ്പെടുന്നുണ്ടോ? ഇത് ഒരു സാഹിത്യകാരന്മാർക്ക് വ്യക്തിപരമായിട്ട് വർഗീയമായ നിലപാടുകൾ ഉള്ളവരുണ്ടായിരിക്കാം. അത് സ്വാഭാവികമാണ്, എല്ലാത്തുള്ള പോലെ അത് ഉണ്ടായിരിക്കാം. പക്ഷേ വർഗീയത
ഒരു കഥയിലേക്കോ നോവലിലേക്കോ ആരെങ്കിലും കൊണ്ടുവരുന്നതായിട്ട് ഞാൻ സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വായനയുടെ ഉള്ളിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവർക്ക് രാഷ്ട്രീയ വർഗീയതയുമായിട്ട് അവർക്ക് ബന്ധങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വർഗീയതാപരമായ രാഷ്ട്രീയവുമായിട്ട് അത് അവരുടെ തോളിൽ കൈയിടുന്ന സഹചാരികളായിരിക്കാം അവർ. പക്ഷേ എഴുതുമ്പോൾ അവർ ആ തരത്തിൽ വർഗീയത അതിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടിരുന്നതായിട്ട് വാസ്തവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, ഇല്ല. എനിക്ക് തോന്നുന്നു വർഗീയവാദികളായ എഴുത്തുകാർ പോലും എഴുതുമ്പോൾ ഒരു സംയമനം കാരണം അവർക്ക് വർഗീയത സാഹിത്യത്തിലേക്ക് തുറന്നു കാണിച്ചു കൊണ്ടുവന്നാൽ അവർക്കൊരു പക്ഷേ വായനക്കാരെ നഷ്ടപ്പെടാനുള്ള വഴിയുണ്ട്. വർഗീയവാദികളായ വായനക്കാർ പോലും ആഗ്രഹിക്കുന്നത് വർഗീയവാദത്തെക്കുറിച്ചുള്ള രചനകളല്ല. അത് പുരാണങ്ങളിലും അവിടെ ഇവിടെയൊക്കെ അവർ തപ്പിയെടുത്ത് എന്തെങ്കിലും കൊണ്ടുവരും. പക്ഷേ ഇന്നത്തെ കാലത്തേക്ക് അവർ എനിക്ക് തോന്നുന്നു വേറെ അങ്ങനെ ചെയ്യുന്നവരില്ല. സമൂഹം മുന്നോട്ട് സഞ്ചരിക്കുന്നുവെന്ന് കരുതുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷേ സാറിപ്പോൾ പറഞ്ഞ മത ജാതി ബോധങ്ങളുടെ കോണ്ടസ്റ്റിൽ നമ്മൾ പിന്നോട്ട് നടക്കുകയാണോ? നമ്മുടെ ഭാവി പ്രതീക്ഷാ നിർഭരമല്ലേ എന്നതാണ് ചോദ്യം. അതെ, അത് നമ്മളിവിടെ പറഞ്ഞായിരുന്നു. കാരണം ഈ രീതിയിൽ പോയാൽ കേരളം വളരെ എളുപ്പത്തിൽ ഇത്തരം സ്വാധീനങ്ങൾക്ക് വീണു കൊടുക്കുന്ന ഒരു സമൂഹമാണ്. അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്ന് അറിഞ്ഞുകൂടാ. ഇത്തരം വർഗീയത പോലെയുള്ള, നമ്മൾ ഇംഗ്ലീഷിൽ ഫാഡ് എന്നൊക്കെ വിളിക്കുന്ന ഒരു പെട്ടെന്നുണ്ടാകുന്ന ആവേശപരമായ ഒരു ഒന്നിനോടുള്ള ഒരു ഇഷ്ടം, ഇത്തരം ഇഷ്ടം കേരളത്തിൽ ഇന്ന് വർഗീയത വളരുന്ന തോത് വെച്ച് നോക്കിയാൽ, അത് ഒരു പക്ഷേ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി വെച്ച് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഭാവി വളരെ മോശമാണ്. അതിന് മാറ്റം വരില്ല എന്ന് ഞാൻ പറയില്ല. കാരണം വേറൊരു ഫാഡ് അതിൻ്റെ സ്ഥാനത്ത് വന്നാൽ ചിലപ്പോൾ മലയാളികൾ അങ്ങനെ ചിന്തിച്ചു എന്നിരിക്കാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് മാധ്യമങ്ങൾക്ക് വർഗീയതയുടെ കാര്യത്തിൽ ആത്മനിയന്ത്രണം ഉണ്ടാകാത്തിടത്തോളം കാലം കേരളത്തിന് ഇതിൽ നിന്ന് രക്ഷയില്ല. വർഗീയതയുടെ കാര്യത്തിൽ ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരു 30 കൊല്ലം മുമ്പ് വരെ നോർത്ത് ഇന്ത്യയിൽ ഉദാഹരണമായിട്ട് ഒരു ഹിന്ദു മുസ്ലിം ലഹള നടന്നാൽ അന്ന് വളരെ സാധാരണമായിരുന്നു. അത് 2 സമുദായങ്ങൾ തമ്മിലുള്ള ലഹള എന്ന് മാത്രമേ അക്കാലങ്ങളിൽ എന്നല്ലാതെ ഒരു പത്രവും റിപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇന്ന് വളരെ വ്യക്തമായിട്ട് ഏത് സമുദായം, ഏത് ജാതി, ഈ തരത്തിലുള്ള ഒരു പ്രകോപനപരമായ കാര്യങ്ങൾ അച്ചടിക്കാൻ ഒരു പത്രത്തിനും മടിയില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. അത് എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു? ഇതൊക്കെ എൻ്റെ സുഹൃത്തുക്കളായ പത്രാധിപന്മാരും ഒക്കെയാണിത്. നമുക്ക് അപ്പം അങ്ങനെ തുടർന്ന് പോയാൽ ഈ തരത്തിൽ ഒന്നിനൊന്നിന് ഇത്തരം സ്വാധീനം, രാഷ്ട്രീയമായ പ്രചാരണം വേറെ. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ കേരളം നമുക്ക് സാധാരണ ഒരു സെക്യുലറായിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മനുഷ്യന് ജീവിക്കാൻ പ്രയാസമുള്ള ഒരു സ്ഥലമായി മാറാൻ വഴിയുണ്ട്. സാറ് നമസ്കാരം. എൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും വലിയ രാഷണാലിറ്റി തിങ്കറും ഏറ്റവും വലിയ യുവാക്കൾക്ക് ഇൻസ്പയർ ആകുന്ന ഒരാളായിരുന്നു ഭഗത് സിംഗ്. ഭഗത് സിംഗിൻ്റെ കുറേ ആർട്ടിക്കിളും ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി അന്ന് കുറേ ഭഗത് സിംഗിനെ ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി എന്ന ബുക്കും കുറേ ആർട്ടിക്കിളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ യുവാക്കളെന്ന് പറഞ്ഞാൽ റാഷണാലിറ്റിന് പുറമെ ഒന്നും ആ ഒരു തിങ്ങിലോ ആ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പോലും ഇല്ലാതെ ആ വഴിയിൽ പോലും തിരിയാതെ വേറെ ഒരു വഴിക്ക് സഞ്ചരിക്കുക ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോണ ജെൻസും. ഇപ്പോൾ ഭഗത് സിംഗിന് തന്നെ എൻ്റെ ക്ലാസ്സിലുള്ള ഭൂരിഭാഗം പേർക്കും അറിയില്ല അയാൾ ആരാണ്, യഥാർത്ഥ യുവാവ് എങ്ങനെയാണ്. 20-22 വയസ്സിൽ ഇപ്പോൾ ഉള്ള യുവാക്കൾ ചിന്തിക്കാനങ്ങാട്ടും മറിച്ച് റാഷണാലിറ്റിയും ഇനി ഭാവിയിൽ എങ്ങനെ ആവണമെന്ന് ചിന്തിച്ച ഒരാളായിരുന്നു ഭഗത് സിംഗ്. 20-23 വയസ്സിൽ ഇപ്പോൾ ഒരു യുവാവിനെ നമുക്ക് ഇവിടെ നിന്ന് ഏതിലൊരു യുവാവിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചിന്തിക്കണ ഒരാളെ എടുക്കാണ്ടി പറ്റും. ഇവിടെ 20-23 വയസ്സിൽ. അപ്പോൾ ഇനി വരുന്ന തലമുറ എങ്ങനെ ബാക്കിലോട്ടാണ്, ഒരു കുരങ്ങലിലോട്ട് തന്നെ തിരിച്ചു പോകുന്ന സാഹചര്യമാണോ അതോ ഇനിയും പുതിയൊരു തലമുറ ആണോ വരുന്നത്? ഒരു ഡൗട്ടുണ്ട്, അതൊന്ന് സാറൊന്ന് പ്രത്യേകം. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഭഗത് സിംഗ് ഒരു നിസ്സംശയം ഒരു നിരീശ്വരനായിരുന്നു.
ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഗാന്ധിജിക്ക് ഭഗത് സിംഗിനോടുള്ള അകൽച്ചയുടെ ഒരു കാര്യം ഭഗത് സിംഗ് ഒരു ഡിക്ലെയർഡ് നിരീശ്വരനായിരുന്നു എന്നുള്ളത് എന്ന് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ടോ, ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗാന്ധിജിയെപ്പറ്റി നമ്മൾ ആരോപണങ്ങൾ ഉന്നയിക്കാൻ എനിക്ക് ഇഷ്ടമില്ല, കാരണം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളത്. അപ്പം അതുകൊണ്ട് അതില്ല. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാ. ഏതായാലും ഭഗത് സിംഗിനെ പോലെ ഇപ്പം നിരീശ്വരവാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതൊരു ചോദ്യം ചെയ്തതിൻ്റെ പ്രശ്നമാണ്. ഇത് ദൈവം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ മതം എന്നെ പഠിപ്പിച്ചത് ശരിയാണോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതിന് നിരീശ്വരവാദമല്ലത്. എന്താണ് എൻ്റെ തലയ്ക്കുള്ളിൽ, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ തലയ്ക്കുള്ളിൽ കുത്തിവെച്ചത്? ക്രിസ്തുമതം, ഹിന്ദുമതം, ഇസ്ലാം. ഇതിനെ ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിച്ച് ഒരാളാണ് ഭഗത് സിംഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അന്ന് ഒരു 70-80 കൊല്ലം മുമ്പ് പിന്നെ ഭഗത് സിംഗിനെ ഒരു 23 വയസ്സുകാരനത് ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ തികച്ചുമില്ല എന്ന് നമ്മൾ പറയേണ്ട, ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ പൊതുവിൽ ഒരു രാഷ്ട്രീയ ബോധം, സ്വതന്ത്ര രാഷ്ട്രീയ ബോധം വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അരാഷ്ട്രീയത എന്ന് വിളിക്കുന്ന എന്ത് സംഭവിച്ചാലും എനിക്ക് എന്താണ് എന്നുള്ള ഒരു ആശയം കൂടിയുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും നമ്മുടെ കുടുംബങ്ങളിലുമാണ് ഇതിനെപ്പറ്റിയുള്ള ചോദ്യം ഉയരേണ്ടത്. എന്തുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയായി എന്നുള്ള. താങ്കൾ പറഞ്ഞ ഉത്തരത്തിൻ്റെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഇപ്പോൾ കേരളം ഒരുപാട് സാമൂഹ്യ സമരങ്ങളിലൂടെ PT ഭട്ടതിരിപ്പാട്, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അങ്ങനെ ഒരുപാട് ആൾക്കാരോട് സ്ഥാപിച്ചെടുത്ത ഒരിതാണ്. ഒരു പ്രത്യേക പ്രസ്ഥാനത്തിൻ്റെ അല്ല, ഒരു കൂട്ടായ്മയുടെ ശ്രമമാണ്. അപ്പോൾ ഇപ്പോൾ ഫനാറ്റിക്സ്, മൗലികവാദികളും അല്ലാത്തവരും ഡൽഹിയിലും ഇവിടെയുമൊക്കെ ഇതുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു ഫാബ്രിക്ക് മതശക്തികൾക്ക് തകർക്കാൻ പറ്റുന്നതാണെന്ന് ഒരു എഴുത്തുകാരൻ നിലയിൽ താങ്കൾ വിശ്വസിക്കും. കാരണം 77 ഇന്ദിരാഗാന്ധിയെ തകർത്തെറിഞ്ഞ സമയത്ത് മലയാളികളും ആണ് ഇവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്തത്. അന്ന് കലാമീർ താങ്കൾ ലേഖനം എഴുതിയത് മലയാളികളുടെ ബൗദ്ധിക നിലവാരത്തിൻ്റെ പൊള്ളത്തരത്തെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന മലയാളികൾക്ക് മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെ മതശക്തികൾക്ക്, അത് ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, കീഴടക്കാൻ പറ്റിയ ഒരു ഭൂമികയാണോ കേരളം? EV രാമസ്വാമി നായികരുടെ സ്വാധീനമുണ്ട്, പിന്നെ നാരായണ ഗുരുവിൻ്റെ ഉണ്ട്, പിന്നെ പേരെടുത്ത് പറയാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എഴുത്തുകാരൻ നിലയിൽ താങ്കൾ അതിനെ എങ്ങനെയാണ് ഭാവി ക്രാന്തദർശിയായിട്ട് വീക്ഷിക്കുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം. എനിക്ക് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണത്. കാരണം മതങ്ങൾ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. മതങ്ങളും ജാതികളും ഒരുപോലെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. അവരെ സഹായിക്കാൻ രാഷ്ട്രീയ ശക്തികളുണ്ട്. അപ്പം ഇതാണ് ഞാനും കൂടെ നേരത്തെ പറയായിരുന്നു. അപ്പം ഒരു മതത്തെപ്പറ്റിയും എന്തു പറഞ്ഞാലും എൻ്റെ മതവികാരം വ്രണപ്പെട്ടു എന്ന പേരിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അത്രമാത്രം മതങ്ങൾ ശക്തി പ്രാപിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ മതങ്ങളുടെ നെഗറ്റീവ് സൈഡിൻ്റെ വളർച്ചയാണ്. ഓരോ മതത്തിൻ്റെയും പിന്നിൽ സ്നേഹമുണ്ട്, സമാധാനമുണ്ട്, നന്മയുണ്ട് എന്നെല്ലാം ആ മതത്തിൻ്റെ അടിസ്ഥാനപരമായ ചില പുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാനം പ്രവൃത്തിയിൽ വരുമ്പോൾ ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് അതാണ് ഞാൻ നെഗറ്റീവ് എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിച്ചത്. അപ്പം മതങ്ങൾ അങ്ങനെയാണ് പെരുമാറുന്നത്. അത് അവരുടെ ഇഷ്ടം. അവരിൽ വിശ്വസിക്കുന്നവർ അത് അവരുടെ ഇഷ്ടം. അപ്പോൾ നമുക്ക് ഈ മതത്തിൽ നീ വിശ്വസിക്കാൻ പാടില്ല എന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു പെക്യൂലിയർ വിശ്വാസം, നമുക്കാർക്കും ചോദ്യം ചെയ്യാൻ വയ്യാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതെവിടെയോ വെച്ചൊരു മഹാത്ഭുതം ഉണ്ടായില്ലെങ്കിൽ മലയാളികൾ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മതവാദികളായ ഒരു സമൂഹമായിട്ട് മാറാൻ വഴിയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഈ സെഷൻ ഇവിടെ സമാപിപ്പിക്കുകയാണ്. നന്ദി.